ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസും ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് നമ്മുടെ നൗഫൽ. അറിയാമായിരിക്കും, ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിയ ഒരു ഫാമിലിയാണ്. ഫാമിലി വ്ളോഗർ എന്ന് തന്നെ പറയാം നമ്മുടെ നൗഫൽ. അപ്പോൾ നൗഫലിൻ്റെ വൈഫ് സിനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞാവ ഉണ്ടായിരിക്കുന്നു, അല്ല മോള്. അപ്പം ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല. ഈ ഇടയായിട്ട് ഞാൻ അവരുടെ വീഡിയോസുകളിൽ പൊതുവായിട്ട് കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം ചിലരൊക്കെ വിചാരിക്കും റീച്ചിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നു. അങ്ങനെയല്ല, ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിനോടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് പോവാം. അപ്പം സിനുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 90 കഴിയുന്നതിന് മുന്നെയാണ് സിനു നൗഫലിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും അവരുടെ പ്രസവവും പ്രസവരക്ഷയും ഒക്കെ. അപ്പം 90 കഴിയുന്നതിന് മുന്നേ സിനു ഒരു മോപ്പെടുത്ത് തുടച്ചു എന്നും പറഞ്ഞിട്ട് ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിന് ഒരു കയ്യും കണക്കില്ല. നൗഫൽ ഇത്രയും പൈസ ഉണ്ടായിട്ട് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഒരാൾ വെച്ചുകൂടെയെന്ന്. അവർ ഇപ്പോഴും സാധാരണഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു വീട് വെച്ചു എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കാർ എടുത്തു എന്നും പറഞ്ഞ് ഉടനെ അവർ പണക്കാരാവണമെന്നില്ല. അപ്പോൾ തൻ്റെ സ്വന്തം വീട്ടിൽ അടിക്കാനും തുടയ്ക്കാനും ഒക്കെ എപ്പോഴും പുറത്തുനിന്ന് ആളെ വയ്ക്കണമെന്ന് പറയുന്നത് എന്തൊരു മര്യാദകേടാണ്. പുറത്തുനിന്ന് ആൾ നടത്തി ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇപ്പോൾ സിനുവിന് 90 കഴിഞ്ഞില്ല, അതുകൊണ്ട് സിനു തുടയ്ക്കാൻ പാടില്ല. പൊതുവെ വരുന്ന കമൻസാണ് നടുവേദന വരും. അത് നമ്മൾ റെസ്റ്റ് എടുക്കാഞ്ഞിട്ടല്ല, കൃത്യമായിട്ടുള്ള ആയുർവേദ രീതിയിലുള്ള പ്രസവരക്ഷ ചെയ്യാത്തത് കൊണ്ടാണ് ഈ നടുവേദന വരുന്നത്. അല്ലാതെ 90 തികയാതെ ജോലി ചെയ്തത് കൊണ്ടൊന്നും അല്ല വരുന്നത് കേട്ടോ. പിന്നെ അടിക്കാനും തുടയ്ക്കാനും പുറത്തുനിന്ന് ആളെ വച്ചുകൂടെ. അപ്പോൾ സിനുവിൻ്റെ വീട്ടിൽ മോപ്പെടുത്ത് തറ തുടയ്ക്കുന്നു. അതിന് ഇങ്ങനത്തെ ബാഡ് കമൻസ് എന്തിനാണ് ഇട്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരാഴ്ച മുമ്പേ നൗഫൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിലാണ്. അപ്പം വീട്ടിൽ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വീഡിയോ ഇടണം ചാനലിൽ. അപ്പോൾ അവിടേക്കൊന്ന് ടൈലിടുമ്പോൾ ഓൾറെഡി എവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ സിനു മോപ്പൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം നമുക്കൊന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ സിനുവിന് ഇപ്പം ഭയങ്കര ജാടയാണ്. സിനുവിന് പണ്ടത്തെ പോലെയല്ല. സിനു എന്താണ് വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് സിനുവിനെ ഇപ്പോൾ ചാനലിലിട്ട് എല്ലാവർക്കും കമൻ്റ് ഇട്ട് കാരണം ഡെലിവറി കഴിഞ്ഞ ആളാണ്. പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടാവും, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ടായിരിക്കും ചില സമയം വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നത്. അതിന് ചിലർ കമൻ്റ് ഇടുന്നതോ ഭയങ്കര ഇപ്പോൾ ആൾക്ക് ഭയങ്കര ജാടയാണ്, ഹെഡ് വെയിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത് കുറേ പേര് കമൻ്റ് ഇടുന്നത്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ആളാണ്. അവർക്കിഷ്ടം, അവരുടെ ശരീരം സമ്മതിക്കുവാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാം. അവരുടെ മനസ്സ് സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ പെരുമാറുകയും എല്ലാ കാര്യത്തിലും ഇടപെടുകയും ചെയ്യാം. അപ്പോൾ സിനുവിൻ്റെ ശരീരം അവിടെ സിനുവിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സിനുവിൻ്റെ മനസ്സിലെ ഡിപ്രഷനാണ് നിങ്ങൾ പറയുന്നത്. അവർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് ഡെലിവറിയുടെ ഡിപ്രഷൻസ് ഉണ്ട്. അതുകൂടാതെ ഡെലിവറി മാത്രമല്ല, ഒരു ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മരണവും കൂടെ അവിടെ നടന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് കാണും. ശാരീരികമായിട്ടില്ലെങ്കിലും മാനസികമായിട്ടുണ്ടാകും. അപ്പോൾ
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം കമൻസ് ഇടാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.